Hello, welcome to YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഗിറ്റ് റിപ്പോസിറ്ററി അല്ലെങ്കിൽ ഗിറ്റ് നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ഓൾറെഡി ഗിറ്റിൻ്റെ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗിറ്റ് അത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അതായത് ഗിറ്റിൽ നമ്മൾ ഒരു സംഭവം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്തിനാണ് നമ്മൾ ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിളി ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ പ്രൊജക്റ്റിൻ്റെ ഏർലി സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫയൽസ് ഉണ്ടാക്കും, നമ്മളതിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വേറൊരു ദിവസം നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾക്കൊരു വലിയ വലിയ പ്രൊജക്റ്റിൽ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മളൊരു 4-5 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു ട്രാക്ക് അതല്ലെങ്കിൽ അതിൻ്റെ വേർഷൻസ്, അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒറ്റ ഫയലേ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം മുമ്പോ അല്ലെങ്കിൽ 2 മാസം മുമ്പോ നമ്മൾ ചേഞ്ച് ചെയ്ത സാധനങ്ങളുണ്ടായിരിക്കും, നമ്മൾ ഇന്നലെ ചേഞ്ച് ചെയ്ത സാധനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടാണ് നമ്മളിത് ഓർത്ത് വയ്ക്കാൻ അല്ലേ. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്ത കാര്യം എന്താണ്, നമ്മൾ എന്ത് കോൺഫിഗറേഷനാണ് ചേഞ്ച് ചെയ്തത്, ഇപ്പോൾ നമ്മൾ എന്ത് കോൺഫിഗറേഷനിലാണ് എത്തിയിരിക്കുന്നതൊക്കെ നമുക്ക് ചേഞ്ച് അത് ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നമ്മളിത് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടാസ്ക്കുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബേസിക്കലി ഗിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി ഒരു വേർഷൻ കൺട്രോളിങ് സിസ്റ്റമാണ്. വേർഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഷൻ അല്ല, അതായത് ഒരു ആപ്പിൻ്റെ ഒരു വേർഷനുള്ള അതല്ല ഉദ്ദേശിക്കുന്നത്. വേർഷൻ കൺട്രോളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു ചേഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ, ഒരു ഫയലിൻ്റെ ചേഞ്ചസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഫയലിൻ്റെ ഓരോ ചേഞ്ചസിനെയാണ് നമ്മൾ വേർഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഷൻസ് നമുക്ക് വേർഷൻ ഹിസ്റ്ററി കാണാൻ പറ്റും. ഓക്കെ, അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു ഫയലിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേർഷൻസിനെ നമ്മൾ ഇത് ചെയ്ത് വെച്ചിരിക്കുക, ക്യാഷ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് അൽഗോരിതം വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ പറയുന്ന പേരാണ് ബേസിക്കലി ഗിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് ഗിറ്റ് എന്ന് പറയുമ്പോൾ സംഭവത്തേക്ക് നമ്മൾ 3 സംഭവങ്ങളാണ് നമുക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപിളി ഒരു വർക്കിംഗ് ഡയറക്ടറിയാണ്. ഓക്കെ, അതായത് നമ്മളൊരു വർക്കിംഗ് ഡയറക്ടറിയിലായിരിക്കും സിംപിളി നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതായത് അതിലായിരിക്കും നമ്മൾ ബേസിക്കലി എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുണ്ടായിരിക്കും. ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡറിലായിരിക്കും നമ്മൾ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിലായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ഫോൾഡറിനകത്താണ് നമ്മൾ എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് ഗിറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പോണ്, മൈ പ്രോജക്റ്റ്. ഓക്കെ, മൈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കി ഈ ഫോൾഡറിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ എല്ലാ പ്രോജക്റ്റ് ഫയൽസും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ഫോൾഡർ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ബേസിക്കലി വർക്കിംഗ് ഡയറക്ടറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ഈ വർക്കിംഗ് ഡയറക്ടറിനെ കറൻ്റ്ലി ഗിറ്റ് അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് ബേസിക്കലി ഒരു വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ സ്റ്റേജ് ഏരിയ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇവിടെയാണ് ബേസിക്കലി ഒരു സ്റ്റേജിങ് ഏരിയയിലാണ് നമ്മൾ ബേസിക്കലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഏരിയയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് സ്റ്റേജിങ് ഏരിയ എന്ന് പറയും. ഓക്കെ, ഇവിടെയാണ് ബേസിക്കലി നമ്മുടെ ഗിറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഫയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഈ സ്റ്റേജിങ് ഏരിയയിലായിരിക്കും. ഇനിയുള്ളത് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ടേബിൾ ആയിരിക്കും. ഇപ്പോൾ ടേബിൾ എന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന പേരാണ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിളിലാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റോയും കോളും ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്കിവിടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് സിംപിളി ഒരു റോയും കോളായിട്ട് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓരോ തവണ സേവ് ചെയ്യുമ്പോഴും അതിൻ്റെ ഓരോ വേർഷൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെക്സ് ചെയ്തിട്ട് ഒരു യുണീക്ക് കീ ഉണ്ടാക്കും. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഈ യുണീക്ക് കീനെ പറയുന്ന പേരാണ് കമ്മിറ്റ് ഹാഷ് എന്ന് പറയുന്ന പേര്. ഓക്കെ, കമ്മിറ്റ് ചെയ്തിട്ട് ഒരു ഹാഷിൻ്റെ പരുവത്തിലാണ് നമ്മൾ ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഒരു സെറ്റ് ഓഫ് ഫങ്ഷനാലിറ്റിയാണ്. ആ സെറ്റ് ഓഫ് ഫങ്ഷനാലിറ്റിക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. അതായത് ഇൻപുട്ടിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എപ്പോഴും ഇതായിരിക്കും യുണീക്ക് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒരു ടേബിളിലോട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ റിപ്പോസിറ്ററി എന്ന് പറയും. ഓക്കെ, ഈ റിപ്പോസിറ്ററിയിലാണ് ബേസിക്കലി
ഗിറ്റ് ഓൾറെഡി എല്ലാ ഇൻഫർമേഷൻസിനും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിന് പറയുന്ന പേരാണ് റിപ്പോസിറ്ററി എന്ന് പറയും. ഓക്കെ, ഇത് ലോക്കൽ റിപ്പോസിറ്ററി ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ഗിറ്റ് ഹബോ അല്ലെങ്കിൽ ബിറ്റ് ബക്കറ്റ് അല്ലെങ്കിൽ ഗിറ്റ് ലാബ് എന്ന് പറയുന്ന ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു റിപ്പോസിറ്ററി ആവാം. അത് എന്ത് വേണിച്ചാലാവാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ റിപ്പോസിറ്ററിയിലായിരിക്കും ഓൾറെഡി ഇതിൻ്റെ എല്ലാ സ്റ്റേജിങ് ഏരിയയിൽ നമ്മൾ ഓരോ തവണയും നമ്മൾ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുക, ഓരോ തവണയും നമ്മൾ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റയെല്ലാം കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ എന്ന് എങ്ങനെ വെച്ചാൽ നമുക്ക് പറയാം. അതിന് പറയുന്ന പേരാണ് റിപ്പോസിറ്ററി. ഈ റിപ്പോസിറ്ററിയിലാണ് നമ്മുടെ ഗിറ്റിൻ്റെ നമ്മുടെ കറൻ്റ്ലി ഉള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന റിപ്പോസിറ്ററിയിലായിരിക്കും. ഓക്കെ, ഇതിലായിരിക്കും നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ വേർഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഓരോ തവണ സേവ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് പറയുന്ന പേരാണ് കമ്മിറ്റ് ഹാഷ്. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി നമുക്ക് നെക്സ്റ്റ് നമുക്ക് സ്റ്റേജിൽ നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള 3 സ്റ്റേജസ്. അതായത് ഈ 3 സ്റ്റേജിലൂടെ ആയിരിക്കും ബേസിക്കലി ഒരു ഗിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആദ്യം തന്നെ ഒരു വർക്കിൻ്റെ ഡയറക്ടറി എടുത്തു അല്ലേ. അപ്പോൾ ഇതിനാണ് നമ്മൾ മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ടെർമിനലാണ് നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതെന്താ ഒരു ടൂൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഈ ഗിറ്റിനെ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതെല്ലാവരും നമ്മൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ഇൻസ്റ്റാളേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അവൈലബിൾ ആണ്, ഞാൻ അതിൻ്റെ ലിങ്ക് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഗിറ്റ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഗിറ്റിൻ്റെ എല്ലാ കോൺഫിഗറേഷൻസ് ഉള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഗിറ്റ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗിറ്റ് ഇവിടെ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, ടെർമിനലിൽ നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്നാല് ഫയൽസ് ഉണ്ടാക്കി നമ്മുടെ പ്രൊജക്റ്റ് ഫയൽ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന അതിന് ഒരു index.html script.js style.css പറഞ്ഞിട്ട് 3 ഫയൽസ് ഉണ്ടാക്കി. ഈ ഫയൽസാണ് നമ്മൾ എൻ്റെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫയൽസ്. ഓക്കെ, അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിപ്പോസിറ്ററി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഉണ്ടാക്കണം. ഇതാണ് ഈ റിപ്പോസിറ്ററിയിലാണ് ഗിറ്റ് എല്ലാ സാധനങ്ങളും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫോൾഡറിലാണെങ്കിലും ഗിറ്റിൻ്റെ ബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായിരിക്കും, എല്ലാം ഒരു റിപ്പോസിറ്ററിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഒരു റിപ്പോസിറ്ററി ഉണ്ടാക്കണം. അപ്പോൾ റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഗിറ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ്. ഓക്കെ, ഗിറ്റ് ഇനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഴുതി കാണിക്കും ഇനീഷ്യലൈസ്ഡ് empty git റിപ്പോസിറ്ററി ഇൻ നമ്മുടെ ഈ പാത്തിൽ. ഓക്കെ, നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും .git എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഇപ്പോൾ .git ഫോൾഡറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രാഞ്ചസ് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബ്രാഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി ഒരു ബ്രാഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒബ്ജക്റ്റ് റെഫറൻസ് ഇതൊക്കെ എല്ലാം ഗിറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഓൾറെഡി ഗിറ്റിൻ്റെ പറഞ്ഞ സോഫ്റ്റ്വെയർ ഓൾറെഡി ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് .git എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഗിറ്റ് എന്ന് പറഞ്ഞ റിപ്പോസിറ്ററി നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു empty git റിപ്പോസിറ്ററി ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു ഗിറ്റ് റിപ്പോസിറ്ററി നമ്മൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വർക്ക് പറയുന്ന സംഭവമാണ് സ്റ്റേജിങ് ഏരിയ എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള സ്റ്റേജിങ് ഏരിയ. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ ഫയൽസ് ഓൾറെഡി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ഏതൊക്കെ ഫയൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫയൽസ് നമ്മൾ ഗിറ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അൺട്രാക്ഡ് ഫയൽസ്. ഈ അൺട്രാക്ഡ് ഫയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഗിറ്റ് ട്രാക്ക് ചെയ്യാത്ത ഫയൽസിന് പറയുന്ന പേരാണ് അൺട്രാക്ഡ് ഫയൽസ്. അതായത് ഇതിൽ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാലും ഗിറ്റിന് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽസിൽ നമുക്ക് ഏതൊക്കെ ഫയൽസാണോ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഗിറ്റിലോട്ട് ആഡ് ചെയ്ത് ആ റിപ്പോസിറ്ററിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് ഗിറ്റ് ആഡ് index.html script.js എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെയാണ് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ഫയൽസ്. styles.css എന്ന് പറഞ്ഞ സംഭവം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ട്രാക്ക് ചെയ്യുന്നില്ല, അൺട്രാക്ഡ് ഫയൽസ് ആണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു സ്റ്റേജിങ് ഏരിയ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇവിടെ സിംപ്ലി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്കൊന്ന് സ്റ്റേജ് ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് കമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ്. ഓക്കെ, അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഉള്ള ഒരു സ്നാപ്ഷോട്ട് നമുക്ക് കാണിച്ചാൽ പറയാൻ പറ്റും. ഓക്കെ, ആ സ്നാപ്ഷോട്ടിനെ നമുക്ക് സ്നാപ്ഷോട്ട് പറഞ്ഞാൽ കറൻ്റ്ലി എന്താണോ ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എന്താണോ അതിനെ നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കുക, സേവ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കമാൻഡാണ് കമ്മിറ്റ് എന്ന് പറഞ്ഞ കമാൻഡ്. ഓക്കെ, അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് നടിക്കുക -m എന്തെങ്കിലും ഒരു കമ്മിറ്റ് കൊടുക്കുക, കമ്മിറ്റിന് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കമ്മിറ്റ് മെസ്സേജ് കൊടുത്തിട്ട് ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു.
ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഒരു ഗിറ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെന്ത് നമുക്ക് കാണാൻ പറ്റില്ല. വീണ്ടും നമ്മൾ സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. പക്ഷേ അൺട്രാക്ക്ഡ് ഫയൽസ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റിൽ നമ്മൾ ഏതൊക്കെ ഫയൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ? ബേസിക്കലി index.html script.js എന്ന് പറഞ്ഞ 2 ഫയൽസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. styles.css എന്ന് പറഞ്ഞ ഫയൽ ആഡ് ചെയ്തിട്ടില്ല. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഗിറ്റ് ആഡ് എന്ന് ഓർത്തു, styles.css ആഡ് ചെയ്തു. ആൻഡ് ഗിറ്റ് കമ്മിറ്റ് -m ആഡഡ് style എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഗിറ്റ് കമ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ ഇപ്പോൾ എല്ലാ സംഭവങ്ങളും നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 3 ഏരിയ ഉണ്ട്. അതിൽ 3 സംഭവങ്ങളുണ്ട്. അതിൽ നമ്മൾ റിപ്പോസിറ്ററി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ ഓൾറെഡി എങ്ങനെയൊന്ന് സേവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ഒരു ഇൻഡെക്സഡ് ആയിട്ടുള്ള ഒരു ID ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഗിറ്റ് റിപ്പോസിറ്ററിയിൽ നമ്മൾ സേവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിറ്റ് ലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കമ്മിറ്റ് ഹാഷ് ഉണ്ട്, കറസ്പോണ്ടിങ് അതിൻ്റെ കമ്മിറ്റ് മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ കമ്മിറ്റ് ഹാഷ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റ നമ്മൾ റിക്കവർ ചെയ്യുന്നത്. ഓരോ കമ്മിറ്റിലോട്ട് നമ്മൾ ഓരോ വേർഷനിലോട്ട് നമ്മൾ പോകുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്ന ഇതിലായിരിക്കും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചേഞ്ചസ് ഇതാണല്ലേ. പക്ഷേ എനിക്ക് പോകുന്നത് ഫസ്റ്റ് ചേഞ്ചസിലോട്ടാണ്. അതായത് ഇനീഷ്യൽ കമ്മിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുക? ഇനീഷ്യൽ കമ്മിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ index.html script.js നമ്മൾ ആഡ് ചെയ്തത് ഫസ്റ്റ് കമ്മിറ്റിലാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിംപ്ലി ആ വേർഷനിലോട്ട് പോകണം. അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് നടിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ style.css എന്ന് പറഞ്ഞ ഫയലെ കാണാനില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ആഡ് ചെയ്തപ്പോൾ നമ്മളത് ആഡ് ചെയ്തില്ല. ആ ഗിറ്റിന് ആ റിപ്പോസിറ്ററിയിൽ അങ്ങനത്തെ ഒരു ഫയലിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലോട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫയലിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും കിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഗിറ്റ് ചെക്കൗട്ട് മാസ്റ്റർ എന്നടിച്ചു. ഇനി മാസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് എന്തായിരിക്കും? ഗിറ്റ് ലോഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ കമ്മിറ്റിലോട്ടായിരിക്കും. ഈ കമ്മിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? style.css ആഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കമ്മിറ്റിലോട്ട് പോകുന്നതോടും നമ്മൾ അതിൽ വരുത്തി കഴിഞ്ഞ മാറ്റങ്ങൾ മാത്രമേ ഗിറ്റ് റിപ്പോസിറ്ററിയിൽ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ റിപ്പോസിറ്ററി എന്ന് പറയുന്ന സംഭവം. നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് നമ്മൾ ഗിറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഗിറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അതിലോട്ട് അതായത് നമ്മളായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഫയൽസും നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നതും നമ്മളതിൽ യൂസ് ചെയ്തിരിക്കുന്ന കമ്മിറ്റ് മെസ്സേജസും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ബേസിക്കലി ഗിറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. നമ്മളൊരു ഫയൽസിൻ്റെ പേജസ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ വേർഷൻസ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ index.html ഞാൻ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിയിരിക്കാം. ആ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളി ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. index.html ഫയലിനെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിൽ നമുക്ക് ചേഞ്ചസ് ഇപ്പോൾ കാണാൻ പറ്റണം അല്ലേ. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മോഡിഫൈഡ് index.html എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഇപ്പോൾ index.html ഒരു ടൈൽഡ് സിമ്പിൾ ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അൺസേവ്ഡ് ഫയലാട്ടോ. അതായത് നമ്മൾ ബാക്കപ്പ് ഫയൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യില്ല, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ index.html നമ്മൾ എന്ത് ഓൾറെഡി ട്രാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളതിൽ മോഡിഫൈഡ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്താണ് മോഡിഫൈഡ്. ഇപ്പോൾ ഗിറ്റ് ഡിഫ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ index.html മാത്രമേ നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ index.html അടിക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൽ പുതിയൊരു ലൈൻ ആഡ് ആയിട്ടുണ്ട്. പച്ച ലൈൻ കാണുന്നില്ലേ, ഐ ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മോഡിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കാണാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സേവ് ചെയ്യണം. ഈ സ്റ്റേറ്റ് നമുക്ക് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗിറ്റ് കമ്മിറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്തിട്ട് ഗിറ്റ് കമ്മിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഗിറ്റ് ആഡ് -u എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന ഫയലാണെങ്കിൽ ഗിറ്റ് ആഡ് -u കൊടുക്കാം. പിന്നെ ഗിറ്റ് കമ്മിറ്റ് -m ന്യൂ ചേഞ്ച് അങ്ങോട്ട് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ആ സ്റ്റേറ്റ് സേവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് ലോഗ് അടിച്ചു. അപ്പോൾ നമ്മൾ 3 കമ്മിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് കമ്മിറ്റിലോട്ട് പോയി വിചാരിക്കാം. അപ്പോൾ ഗിറ്റ് ചെക്കൗട്ട് ഈ സ്റ്റേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ index.html എടുത്ത് വിചാരിക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും index.html ഒന്നുമില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും index.html നമുക്ക് ഒരു സംഭവം കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രീവിയസ്ലി സേവ് ചെയ്തിട്ട് ഒന്നുമില്ല, നമ്മൾ പുതിയ കമ്മിറ്റിലാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മിറ്റ് ഏതാണ് ഇതിലോട്ടൊന്ന് ചെക്കൗട്ട് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ 3C എന്ന് പറഞ്ഞ കമ്മിറ്റിലോട്ട് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗിറ്റ് ചെക്കൗട്ട് കമ്മിറ്റിലോട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് റീലോഡ് ചെയ്യാൻ പറയും. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഹായ് ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ടന്റ് നമ്മൾ ഓൾറെഡി ഈ ഫയലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഗിറ്റിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഓരോ ഫയൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയൊരു സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഗിറ്റ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.